നിർമ്മല പിന്നെ എന്ത് ചെയ്യണായിരുന്നു? അവളുടെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ ശ്രുതിക്ക് അറിയാവുന്നല്ലേ? എന്നാൽ പിന്നെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് പ്രേമിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ വീട്ടിൽക്കൊക്കെ. മാഞ്ചകിമാർ കുടിച്ച് വെള്ളത്തിന് ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ലേ? എന്നെയും ഒരെണ്ണത്തിന് ശരിക്കും ശരിക്കും എൻ്റെ ദേഹത്തോട്ട് വിവരം അറിയട്ടെ. ഞാൻ പഴയ കളരിയാ. കളരിയോ? എന്നാ ഒന്ന് കാണണമല്ലോ. കൈ കയറി പിടിക്കുന്നോ? സോറി. കൈ കയറി പിടിച്ചിട്ട് സോറി. സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കട്ടെ ഞാൻ? കൊണ്ടു കൊടുക്ക. Will you marry me? ഇംഗ്ലീഷിൽ സ്വല്പം വീക്കല്ലേ? ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞ് കളിക്കാനുള്ള അല്ലാട്ടോ കല്യാണം. തമാശയല്ല സുധി. എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഐ എം സീരിയസ്. അല്ലേ എന്നെ കാണുമ്പോൾ ചേട്ടന് ഓർമ്മ വരണമെന്ന് പറഞ്ഞിട്ട്? ഓഹോ, അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. സുധി, അത്യാവശ്യം ലോകവും ആണുങ്ങളെയും കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ സുധിക്കറിയില്ല ഹൗ ബ്യൂട്ടിഫുൾ എ പേഴ്സൺ യു ആർ എന്ന്. എന്തു പറ്റി? വെള്ളം വേണോ? ഇത് പൊക്കോളൂ. പെട്ടെന്ന് കേട്ട എൻ്റെ ഷോക്കില. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി. എപ്പോൾ പറയും? എപ്പോൾ പറയാൻ പറ്റുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ശരി, ഐ വിൽ വെയിറ്റ്. എന്താ ഇപ്പൊ ഇത്ര ആലോചിക്കാനുള്ളത്? അപ്പൊ തന്നെ ഒരു എസ് കാച്ചണ്ടേ? ഈ പെൺകുട്ടികളുടെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. നല്ല ട്രാഫിക് അല്ലേ? ലൈറ്റ് ആവോ? കോയമ്പത്തൂർ കഴിഞ്ഞാൽ സ്ട്രേറ്റ് റോഡാ സാറേ. സമയത്തെത്തില്ലാച്ചാൽ അതൊരു മര്യാദകേടാവും. അതാ ഇപ്പൊ കേട്ട കഥയിലെ ശ്രുതി ഇവിടം വരെ എത്തിയത് എവിടെയോ ഇരിക്കുന്ന ഒരാള് വരച്ച വര കാരണമല്ലേ. എത്താനുള്ളതാണെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. കാരണമാണോ ബാംഗ്ലൂർക്ക് പെട്ടെന്ന് തിരിച്ചു പോണേ? അതെ. കല്യാണി എനിക്കൊരു വാക്ക് തരണം. കല്യാണമായാലും എന്നെ അറിയിക്കരുത്. വൈ? ഐ വിൽ സ്റ്റോപ്പ് ട്രൈങ്. നിനക്ക് ഇഷ്ടമുള്ള ബജി ഇതല്ലേ മോളെ? ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാ. എത്തിയിട്ട് വിളിക്കാം അമ്മ. കയറിക്കോളൂ. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം മറക്കല്ലേ. ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. ബൈ.
അടുത്ത ആഴ്ചത്തെ കാര്യല്ലേ, നീ എന്തിനാ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നുമില്ല, എന്നാലും ദേ സുധിയേട്ടൻ. ആ എന്തായി? ആ ഇല്ലില്ല. വിസിറ്റിംഗ് മിസ് അല്ല പോണല്ലോടാ. അതെ സുധിയേട്ടാ, 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. ആ ആലോചിച്ചിട്ട് വിളിക്കേ. ശരി. അതൊക്കെ ശരിയാവും. ശരിയാതെ അവിടെ പോവാനാ. തത്തമംഗലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കാണ്ടത്ര എന്തുപോലെ ഇട്ടറാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം. പറ്റുമോ? ഉവ്വ, നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ? ഇവൻ നമ്മടുക്കത്ത് കാശ് മേടിക്കും. കാശുണ്ടല്ലോ, നീ കൊടുത്തോ? ദോശാരടാ. അവൻ്റെ വളിച്ച ചിരി. വാ വാറ. നീ ഇത് എവിടേക്കാണ്? ഒന്ന് കൊടൈക്കനാൽ വരെ. കൊടൈക്കനാലിലേക്കോ? അതെ, നാളെ പുലർച്ചെ പോവാ. മോഹനും ബിജു ഒക്കെ വരുന്നുണ്ട്. ബൈക്കിലാണ് ഞങ്ങൾ പോണേ. ബൈക്കിലോ? അപ്പൊ നിനക്ക് സ്കൂളില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറുപ്പ് സാറ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ ജോലി. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ ആസ്മയ്ക്ക് കൊടൈക്കനാൽ ശരിയാവോടാ? വെറുതെ ഓരോ പുലിവാല് പിടിച്ചു വെക്കണ്ട. വല്ലതും വന്നാൽ ഇവിടെ നോക്കാൻ കൂടി ഒരാളില്ല. ഒന്നും വരില്ല. അങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ അതും ശരിയാ. ഒന്നാലോചിച്ച്. ഇതാ തുടങ്ങി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഇവളുടെ ഒരു കാര്യം. അമ്മ വിഷമിക്കണ്ടാട്ടോ, ഇത് 2 ദിവസത്തെ കാര്യമുള്ളൂ. ശ്രീദേവി ടീച്ചർ വന്നിരിക്കണോ? കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന്. എന്താ അറിയില്ല. എന്താ മേഡം? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എന്താ സുധി? കഴിഞ്ഞ കുറെ വർഷമായിട്ട് PTA ഫണ്ട്, കോമൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാ പോയത്? എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സുധി അറിയാതെ നടക്കൂ? നമ്മളെ വിശ്വസിച്ച സുധി ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. ശരിയാണോ ഈ ചെയ്തതൊക്കെ? സത്യമായിട്ട് എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്ത് വലിയൊരു വഴക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാളെ എനിക്കിത് വിജയ് സാറിനോട് സംസാരിക്കേണ്ടി വരും. പിന്നെ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സുധി, നിന്നെ എനിക്ക് രക്ഷിക്കാനാവില്ല.